BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. KPMS നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന അയ്യങ്കാളി ജന്മദിനാഘോഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ശാഖകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. കരിമണ്ണൂരിൽ നടന്ന ഘോഷയാത്രയും സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുട്ടത്തും കാഞ്ഞിരമറ്റത്തും വണ്ണപ്പുറത്തും ജയന്തി ആഘോഷം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്നുവരുന്ന ഓണോത്സവിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. ഓണാഘോഷങ്ങൾ സെപ്റ്റംബർ 1 സമാപിക്കും. KPMS നേതൃത്വത്തിൽ കല്ലൂർക്കാട് നടന്ന അയ്യങ്കാളി ജന്മദിനാഘോഷം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. TA നസീർ ദിനാചരണം തൊടുപുഴയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി കോൺഗ്രസ് M ഇടുക്കി ജില്ലാ സമ്മേളനം വാഴത്തോപ്പിൽ മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാന നഗരിയിൽ നടന്ന ഓൾഡ് ഈസ് ഗോൾഡ് പ്രോഗ്രാമിൽ മന്ത്രി PJ ജോസഫ് ഗാനം ആലപിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. KPMS നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന അയ്യങ്കാളി ജന്മദിനാഘോഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. KPMS പ്രസിഡന്റ് KK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. അയ്യങ്കാളിയുടെ 150ാം ജന്മദിനാഘോഷവും തൊടുപുഴ സർക്കാർ സ്കൂളിൽ പുരയ കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചതിന്റെ 100ാം വാർഷികാഘോഷവും KPMS നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന അയ്യങ്കാളി ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. മങ്ങാട്ടുകവളിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വണ്ണപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരുവോണ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. 4 മാസമായിട്ടും തൊഴിലുറപ്പ് വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരം നടത്തിയത്. നീതിക്ക് വേണ്ടി സമരം ചെയ്യും. സമരം തന്നെ. പട്ടിണി സമരം സിന്ദാബാദ്. ഈ വണ്ണപ്പുറം പഞ്ചായത്തിലെ 17 വാർഡിലും ഏതാണ്ട് 2000-ലധികം തൊഴിലാളികളെ പണിയുന്നുണ്ട്. 2000-ലധികം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ വർഷം മാസങ്ങളായി പണിതിട്ടും ഒരു പൈസ പോലും ഈ തിരുവോണ നാൾ വരെ കൂലി ഇനത്തിൽ ലഭിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ കാർഡ് ഓരോ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കാർഡിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തൊഴിൽ ചെയ്താൽ. SNDP യോഗം കരിമണ്ണൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്ര നടന്നു. തുടർന്ന് ചേർന്ന സമ്മേളനം SNDP യോഗം തൊടുപുഴ യൂണിയൻ കൺവീനർ CP സത്യൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് VN മാധവൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി നിർവഹിച്ചു. NR ശിവരാമൻ, NR നാരായണൻ, റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, ഇബ്രാഹിം ഫലാഹി, KN സോമശേഖരൻ നായർ, NM കമലാക്ഷി, CN സത്യൻ, CK രമേശ്, VN രാജപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ശ്രീനാരായണ ഗുരുദേവന്റെ 158ാമത് ജന്മദിനം മുട്ടം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിച്ചു. യൂണിയൻ കൺവീനർ CP സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് NM ടിറ്റോ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ചെയർമാൻ PK സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ബീനാദാസ്, CK ഗോപി, ശാരൻ തൊട്ടിയിൽ, KP സരോജിനി, ഷീല സന്തോഷ്, ഉഷ ഉല്ലാസ്, സജീവ് കായപ്ലാക്കൽ, അപർണ ഗിരീഷ്, PN വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്രയും നടത്തി. വൈക്കം ബെന്നി ശാന്തി, ഷൈജു ശാന്തി എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം വണ്ണപ്പുറം ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഘോഷയാത്രയും പൊതുസമ്മേളനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. SNDP യോഗം കാണിരമറ്റം ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. കാണിരമറ്റം ഗുരുമന്ദിരത്തിലേക്ക് ഘോഷയാത്ര നടത്തി. തുടർന്ന് ചേർന്ന സമ്മേളനം യൂണിയൻ കൺവീനർ CP സത്യൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ എത്താത്തതിനാൽ നിരവധി ഗർഭിണികൾ ചികിത്സ കിട്ടാതെ വളഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയും താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണികൾക്കുള്ള പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഓണാവധിക്ക് പോയ ഡോക്ടർമാർ 2 ദിവസമായിട്ടും തിരിച്ചെത്താത്തതാണ് ഗർഭിണികളെ വലച്ചത്. ഗർഭിണികളുടെ പ്രത്യേക ക്ലിനിക്കുള്ള ദിവസമാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ. വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വരുന്ന ഗർഭിണികളായിട്ടുള്ള പേഷ്യൻസിൻ്റെ പ്രഷർ വെയിറ്റ് ചെയ്യുകയും പ്രഷർ ചെയ്യുകയും അങ്ങനെ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഇട ദിവസങ്ങളിൽ വന്നാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളില്ല. വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ഇതിനായിട്ടുള്ള ക്ലിനിക്കുകൾ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ, നഗരസഭ, DTPC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണോത്സവ് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനി നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഖാലിദ്, വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വോഡാഫോൺ കോമഡി ഷോ ആർട്ടിസ്റ്റുകൾ നയിച്ച എറണാകുളം മിമിക്സ് ഇന്ത്യയുടെ മെഗാ ഷോയും നടന്നു. നടക്കാൻ പോകുന്ന മെഗാ ഷോ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആളുകൾ നിൽക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടക പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുക. മത രാഷ്ട്രീയ ഭേദം ഓണം ഇന്ന് ദേശീയ മഹോത്സവമായി ആഘോഷിച്ചു വരികയാണ്. കേരളത്തിലെ വണ്ണപ്പുറം ചേങ്ക് സിറ്റി ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോൺ ആഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, ഗ്രാമവേദി പ്രസിഡന്റ് രാജേഷ് ബേബി, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വീണ്ടും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോ ജാതിമത ഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. ഓണം ഒരു ദേശീയ ഉത്സവമായി മാറുന്നു. ഞാൻ കേരളത്തിനകത്തും പുറത്തും ഓണാഘോഷങ്ങളുമായി പങ്കെടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം തിരുവോണ ദിവസം കൃത്യമായിട്ടല്ല ആചരിക്കുന്നത്. വീക്കെൻഡൊക്കെ നോക്കി അല്ലെങ്കിൽ അവധി ദിവസം നോക്കി ഓണാഘോഷ പരിപാടികൾ ഏർപ്പെടും. കലാമത്സരങ്ങൾ, കലാപരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ്. KPMS നേതൃത്വത്തിൽ കല്ലൂർക്കാട് അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് ഘോഷയാത്രയും പൊതുസമ്മേളനവും നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് വി ഗോപി അധ്യക്ഷത വഹിച്ചു. MK സുനിൽ, MA വാസു, സിന്ധു അശോകൻ, ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര, ജോളി ജോർജ് നെടുങ്കല്ലേൽ, ഷീന സണ്ണി, KK സുരേന്ദ്രൻ, KK ജയേഷ്, ജോയി തോമസ് പെരുമ്പള്ളിക്കുന്നിൽ, EV വാസുദേവൻ, സുധർമ്മ വാസുദേവൻ, വിജയൻ പുത്തമ്പുരയിൽ, VT സനകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി പറയമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ KS സുരേഷിനെ ജില്ലാ ഭരണകൂടം പ്രശസ്തി പത്രം നൽകി ആദരിച്ചു. ഇടുക്കി ജില്ലയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വാഴത്തോപ്പ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി PJ ജോസഫ് പ്രശസ്തി പത്രം നൽകി ആദരിച്ചത്. നമുക്ക് മുന്നേറാം. ഇടുക്കിയുടെ വികസനത്തിന് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി വികസന രാഷ്ട്രീയം എല്ലാ വകുപ്പുകളുടെയും പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റണം. അവിടെ ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഒരു വകുപ്പിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വികസന രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജൈവ കൃഷിയിലൂടെ ഈ ജില്ലയിലും വലിയ പുരോഗതി ഉണ്ടാകണം. കുടിവെള്ളം സംരക്ഷിക്കണം. ധാരാളം തടയണകൾ ഉണ്ടാകണം. മുഴുവൻ പെയ്തു വീഴുന്ന വെള്ളം മുഴുവൻ മണ്ണിൽ താഴാൻ ആവശ്യമായ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് നടപ്പാക്കണം. അങ്ങനെ വരൾച്ചയും നമുക്ക് നേരിടാൻ കഴിയും. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ, ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്താണ്. സാമ്പത്തിക ശക്തിയിൽ ഒന്നാം സ്ഥാനത്താക്കുവാനുള്ള നീക്കത്തെ നമുക്ക് ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കാം. ജയ് ഹിന്ദ്. നിർമ്മൽ ഗ്രാം പുരസ്കാരങ്ങളും ആദരണീയനായ വിശിഷ്ടാതിഥി വിതരണം ചെയ്യുന്നു. TA നസീറിന്റെ 23ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. DYFI തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെ ദിനാചരണം നടത്തി. മങ്ങാട്ടുകവളയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. VB ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. SFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AU റഹീം, CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറി VB മത്തായി, KM ബാബു, TN സോമൻ എന്നിവർ പ്രസംഗിച്ചു. KM സലം സ്വാഗതവും PS സുധീർ നന്ദിയും പറഞ്ഞു. DYFI കരിമണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് അനുസ്മരണ യോഗം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KM സോമൻ ഉദ്ഘാടനം ചെയ്തു. സിനീഷ് വിജയൻ അധ്യക്ഷനായി. M ലതീഷ്, PN തങ്കപ്പൻ, അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. PP സുമേഷ് സ്വാഗതം പറഞ്ഞു. സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പിൽ മടിയേതുമില്ലാതെ UPA സർക്കാർ അടിയറ വെച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനകോടികളുടെ പട്ടിണി മാറ്റുവാൻ സർക്കാർ ഭൂമികൾ തിരിച്ചുപിടിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഭൂരഹിതരായ
മരിച്ചാൽ കുഴിച്ചിടുന്നതിന് 6 അടി മണ്ണിൻ്റെ പോലും ഉടമസ്ഥാവകാശമില്ലാത്ത പാവങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമി ഈ തരത്തിൽ തോന്നിയാസം കാണിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഈ പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് ഉണ്ടാവണം. അതുവഴി മാത്രമേ ഇതിന് പരിഹാരമാകൂ. കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതി കാര്യക്ഷമമാക്കുമെന്നും കർഷക തൊഴിലാളികളുടെ പെൻഷൻ 525 രൂപയാക്കിയത് കാലോചിതമായി പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി KM മാണി. കർഷക തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 14 ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സംഘടനാ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടന്ന ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ നൽകിയ കർഷക തൊഴിലാളികളുടെ അവകാശ പത്രികയ്ക്ക് മറുപടി പറഞ്ഞ് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന്റെ സങ്കല്പം തന്നെ അധ്വാനവർഗ സിദ്ധാന്തമാണ്. അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന വിഭാഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. കാരണം കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് അംഗങ്ങളായി എങ്കിലേ ആ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പെൻഷൻ കിട്ടുള്ളൂ, കർഷക തൊഴിലാളി പെൻഷൻ. പഴയകാല ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കി ഒരുക്കിയ ഓൾഡ് ഈസ് ഗോൾഡ് പൂശിപ്പുര മൈതാനിയിലെത്തിയ ആസ്വാദകരെ പിടിച്ചിരുത്തി. ഗാനമേളയിൽ ജലസേചന വകുപ്പ് മന്ത്രി PG ജോസഫും ഗാനങ്ങളുമായി എത്തി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി എന്ന ഗാനവുമായി മന്ത്രി വേദിയിലെത്തി. തുടർന്ന് 2 ഡ്യുവറ്റ് ഗാനങ്ങളും മന്ത്രി ആലപിച്ചു. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും എന്ന്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും എന്ന്. ചിരിക്കാറില്ല ചിരിച്ചാലൊരു പൂങ്കുഴലി